നമസ്കാരം. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മഹാകഥ. ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടിയ കഥ. രാജാക്കന്മാരുടെയും യോദ്ധാക്കളുടെയും ഋഷിമാരുടെയും കഥ. സ്നേഹവും അസൂയയും പ്രതികാരവും ത്യാഗവും നിറഞ്ഞ കഥ. മനുഷ്യരാശി ഇന്നുവരെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം. അതാണ് മഹാഭാരതം. ഈ പരമ്പരയിലെ മഹാഭാരതത്തിന്റെ കഥ ജനനം മുതൽ കുരുക്ഷേത്ര യുദ്ധം വരെയും അതിനുശേഷമുള്ള സംഭവങ്ങൾ വരെയും ലളിതമായ ഭാഷയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് ഈ മഹായാത്ര ആരംഭിക്കും. ഇതാണ് മഹാഭാരതം. ഇതൊരു യുദ്ധത്തിന്റെ കഥ മാത്രമല്ല, ജീവിതത്തിന്റെ കഥ കൂടിയാണ്. 1,00,000-ലധികം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ കൃതിയാണ് വ്യാസ മഹർഷിയുടെ മഹാഭാരതം. നമ്മുടെ വേറൊരു ഇതിഹാസമായ രാമായണത്തിന്റെ 4 ഇരട്ടി വലിപ്പമുണ്ട്. മലയാളത്തിൽ ഇതിനെ പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. എന്നാൽ ഇവിടെ നാം പരാമർശിക്കപ്പെടുന്നത് വ്യാസ മഹർഷിയുടെ മഹാഭാരതത്തെക്കുറിച്ചാണ്. മഹാഭാരതത്തെക്കുറിച്ച് നാം കൂടുതലായി കേൾക്കുന്ന ഒരു കഥയുണ്ട്. അതായത് ഇതിന്റെ രചനയെപ്പറ്റി വ്യാസൻ സങ്കല്പിക്കുകയും ശ്രീ മഹാഗണപതി എഴുതി തയ്യാറാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് വ്യാസൻ സങ്കല്പിച്ചപ്പോൾ തന്നെ ബ്രഹ്മാവിനോട് ചോദിക്കുകയും ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഗണപതിയെ സമീപിക്കുകയും ചെയ്തു എന്നതാണ് പരമ്പരാഗത വിശ്വാസം. എന്നാൽ നാം മഹാഭാരതം വായിക്കാൻ തുടങ്ങുമ്പോൾ അത് നേരിട്ട് വ്യാസൻ പറയുന്നതായി കാണുന്നില്ല. മറിച്ച് ഉഗ്രശ്രവസ് എന്ന സൂതൻ മഹർഷിമാർക്ക് വിവരിക്കുന്ന രൂപത്തിലാണ് കഥ ആരംഭിക്കുന്നത്. നൈമിഷാരണ്യത്തിലെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മഹായാഗം. മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ശൗനക മഹർഷിയാണ്. അവിടെയാണ് ഉഗ്രശ്രവസ് ഈ കഥ മഹർഷിമാർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. ഈ കഥ അവതരണം ഫ്ലാഷ് ബാക്ക് രീതിയിലാണ്. കഥ എത്തിച്ചേരുന്നത് അഭിമന്യുവിന്റെയും ഉത്തരയുടെയും പുത്രനായ പരീക്ഷത്തിലേക്കും പരീക്ഷത്തിന്റെ മകൻ ജനമേജയന്റെ നാഗയജ്ഞത്തിലേക്കും. ആ നാഗയജ്ഞം നടക്കുന്നത് കുരുക്ഷേത്രത്തിൽ വെച്ചാണ്. കുരു എന്ന മഹർഷിയുടെ പേരിലറിയപ്പെടുന്ന ഈ സ്ഥലം പാണ്ഡവരും കൗരവരുമായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലമാണ്. ജനമേജയന്റെ സഹോദരന്മാരായ ഭീമസേനൻ, ശത്രുസേനൻ, ഉഗ്രസേനൻ എന്നിവർ ഈ യജ്ഞത്തിന്റെ നിയന്ത്രണത്തിൽ പങ്കാളികളാകുന്നു. യജ്ഞത്തിനിടെ അവിടെ ഒരു നായ വരുന്നു. പക്ഷെ ഈ സഹോദരന്മാർ ഈ നായയെ അടിച്ചൊറ്റിച്ചു. ആ നായ തന്റെ അമ്മയുടെ അടുത്തെത്തുന്നു. അമ്മയുടെ പേര് സരമ എന്നാണ്. ഈ സരമ എന്നാൽ ദേവേന്ദ്രന്റെ വളർത്തു നായയാണ്. ഈ സരമയുടെ മക്കളായ സാരമേയന്മാർ പിന്നീട് യമദേവന്റെ കാവൽ നായ്ക്കളായി പരാമർശിക്കപ്പെടുന്നു. സരമ ചോദിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു? നിങ്ങൾ അവിടെ പോയി ഹവിസ് എന്തെങ്കിലും മണപ്പിച്ചു? അപ്പോൾ നായ മറുപടി പറയുന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിരപരാധിയായ തന്റെ മകനെ എന്തിനു ശിക്ഷിച്ചു? ആ ശിക്ഷിച്ചതിൽ സരമയ്ക്ക് അതിയായ ദേഷ്യം ഉണ്ടാകുന്നു. ആ ദേഷ്യം ഒരു ശാപത്തിലേക്ക് വഴിമാറുന്നു. ജനമേജയനെ സരമ ഇങ്ങനെ ശപിക്കുന്നു, നിനക്ക് മരണം വരെ അജ്ഞാതമായ ഭയം ഉണ്ടാകട്ടെ. നമ്മുടെ ഭരണാധികാരികൾക്ക് അജ്ഞാതമായ ഒരു ഭയം ഉണ്ടായാൽ പിന്നെ ഒരു ഭരണ തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് കിടക്കാം. നമുക്ക് ആരുണിയുടെ ഗുരുഭക്തിയെക്കുറിച്ച് ഒന്ന് പരാമർശിക്കപ്പെടാം. നമ്മുടെ പാണ്ഡവരുടെ കുലഗുരുവായ ദൗമ്യ മഹർഷിയുടെ ശിഷ്യനായിരുന്നു ആരുണി. ഒരു ദിവസം ഗുരു പാടം നോക്കാൻ ആരുണിയെ ഏൽപ്പിച്ചു. പാടത്തിലെ വരമ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് കണ്ട ആരുണി എത്ര ശ്രമിച്ചിട്ടും അത് അടയ്ക്കാൻ സാധിക്കും. ഒടുവിൽ സ്വന്തം ശരീരം തന്നെ ആരുണി വരമ്പായി ഉപയോഗിക്കുന്നു. രാത്രിയായിട്ടും ശിഷ്യനെ കാണാത്ത ഗുരു അന്വേഷിച്ചപ്പോൾ വരമ്പിൽ കിടന്ന് വെള്ളം തടഞ്ഞുകൊണ്ടിരിക്കുന്ന ആരുണിയെയാണ് കാണുന്നത്. ഒരിക്കൽ വെള്ളം തടയാൻ വേണ്ടി സ്വന്തം ശരീരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എണീക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാത്രിയായിട്ടും ആരുണിക്ക് തിരിച്ച് വരാൻ പറ്റിയില്ല. ഈ ഗുരുഭക്തി സന്തുഷ്ടനായ മഹർഷി അവനെ അനുഗ്രഹിക്കുന്നു. ഇതിന്റെ ഒരു ഗുണപാഠം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വത്തോടെയുള്ള സമർപ്പണമാണ് യഥാർത്ഥ ശിഷ്യത്വം, അല്ലെ? ഉപമന്യുവിന്റെ ഗുരുഭക്തി, അനുസരണം, ആത്മനിയന്ത്രണം, ഇതെല്ലാം ഈ കഥയില് നമുക്ക് കാണാൻ സാധിക്കും. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ദൗമ്യ മഹർഷിയുടെ തന്നെ വേറൊരു ശിഷ്യനായ ഉപമന്യുവിന്റെ കഥ കൂടി നമുക്ക് അടുത്ത ഭാഗത്ത് പരാമർശിക്കാം. ഓക്കെ.